ലിസാനുൽ ഖുർആൻ. ഫിഅലുകൾ രണ്ട് വിധം: ഫിഅല് മാളി, ഫിഅല് മുളാരി. മാളിയായ ഫിഅൽ ഫഅല വസ്നിലായിരിക്കും. ഇനി മുളാരി ആയ ഫിഅലാണെങ്കിലോ യഫ്അലു, തഫ്അലു, അഫ്അലു, നഫ്അലു എന്നീ വസ്നുകളിലായിരിക്കും. ഫിഅല് ചെയ്തത് ഒരാളാണെങ്കിൽ മുഫ്രദ്, രണ്ടു പേരാണെങ്കിൽ മുസന്ന, മൂന്നാളുകളാണെങ്കിൽ ജംഅ. ഇനി ആണാണെങ്കിൽ മുദക്കർ, പെണ്ണാണെങ്കിൽ മുഅന്നസ്. സ്വറഫുൽ ഫിഅൽ. ഇനി നമുക്ക് ഫിഅലുകളെ ഓരോന്നായി പരിചയപ്പെടാം. യഫ്അലു, അവൻ ഒരു പുരുഷൻ പ്രവർത്തിക്കുന്നു. എന്തെല്ലാമാണ് പ്രത്യേകതകൾ? മുളാരി ആണ്, മുഫ്രദാണ്, മുദക്കറുമാണ്. അടുത്തത് യഫ്അലാനി. അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കുന്നു. പ്രത്യേകതകൾ: മുളാരി ആണ്, മുസന്നയാണ്, മുദക്കറാണ്. യഫ്അലൂന, അവർ മൂന്ന് പുരുഷന്മാർ പ്രവർത്തിക്കുന്നു. പ്രത്യേകതകൾ: മുളാരി ആണ്, ജംആണ്, അതുപോലെ മുദക്കറാണ്. ഇനി സ്ത്രീലിംഗം പരിശോധിക്കാം. തഫ്അലു, അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കുന്നു. മുളാരി ആണ്, മുഫ്രദാണ്, മുഅന്നസ് ആണ്. തഫ്അലാനി, അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കുന്നു. മുളാരി ആണ്, മുസന്നയാണ്, മുഅന്നസ് ആണ്. ഇവിടെ മുസന്നയും മുഅന്നസും മാറിപ്പോകരുത്. മുസന്ന എന്ന് വെച്ചാൽ രണ്ടു പേർ എന്നുള്ള അർത്ഥത്തിലാണ്. മുഅന്നസ് എന്ന് വെച്ചാൽ പെണ്ണാണ് ഇത് ചെയ്തത് എന്ന മീനിങ്ങിലാണ്. അവസാനമായി യഫ്അൽന, അവർ കുറേ സ്ത്രീകൾ അഥവാ മൂന്നിലധികം സ്ത്രീകൾ പ്രവർത്തിക്കുന്നു. മുളാരി ആണ്, ജംആണ്, മുഅന്നസ് ആണ്. താങ്ക് യു.